പെരിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, ഒരുപാട് നമുക്കൊരിക്കലും ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷിയായി ഈ രക്തസാക്ഷി മണ്ഡപം. വിശദാംശങ്ങൾ. SKN സൂചിപ്പിച്ച പോലെയുള്ള കല്ലോട്ടെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും രക്തസാക്ഷി മണ്ഡപത്തിന് തൊട്ട് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സ്മൃതി കുടീരങ്ങൾ, അതായത് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ചിത്രങ്ങൾ ഒക്കെ ആലേഖനം ചെയ്ത സ്മൃതി കുടീരം കാണാം. ഇവിടെ അലങ്കരിച്ച് ആ രീതിയിൽ ഇപ്പോഴും വലിയ വേദനയാണ് ഈ നാട്ടുകാർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഉള്ളത്. 5 വർഷം മുമ്പാണ് ഈ കൊലപാതകം നടന്നെങ്കിൽ പോലും അതിൻ്റെ നടുക്കം ഈ നാട്ടുകാർക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ പല ആൾക്കാരോട് നമ്മളിവിടെ വന്നതിന് ശേഷം ഈ സംഭവത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് ആ നടുക്കം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു ഈ ചെണ്ട ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ചെണ്ട കൃപേഷ്, നമുക്കറിയുന്ന പോലെ കൃപേഷ് നന്നായി ചെണ്ട കൊട്ടുന്ന ആളാണ്. ഈ ക്ഷേത്ര പരിപാടികളിൽ അല്ലാതെ മറ്റ് പൊതുപരിപാടികളിലൊക്കെ ഈ ചെണ്ടയൊക്കെ കൊട്ടുന്ന, അതോടൊപ്പം തന്നെ സാമൂഹികമായ കാര്യമായി തന്നെ ഇവിടെ ഇടപെടലുകൾ നടത്തുന്ന ചെറുപ്പക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ചെണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ CPM TP വധക്കേസിന് ശേഷം ഇത്രത്തോളം ജനകീയ രോഷം CPMനെതിരെ നേരിട്ട മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കല്ലോട്ട് എന്ന് പറയുന്ന പ്രദേശത്തെ സാമൂഹിക കാര്യങ്ങളിൽ ഉൾപ്പെടെ, അതായത് സജീവമായി ഇടപെട്ടിരുന്ന 2 യുവാക്കളായിരുന്നു കൃപേഷും ശരത്ലാലും. അപ്പോൾ അവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു. അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ തുടർച്ചയെന്നോണം ഉണ്ടായ കൊലപാതകമല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ പ്രദേശത്ത് തന്നെ വലിയ നടുക്കമുണ്ടാക്കിയ ആ സംഭവം, അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള വലിയ ജനരോഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാന സർക്കാർ ഈ കേസിലെടുത്തിട്ടുള്ള നിലപാട്, ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തിയില്ല എന്ന് പറയുന്നു. ഇതിൽ സമഗ്രമായ, അതായത് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിക്കുന്നു. പക്ഷേ അതിനെതിർത്ത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും പിന്നീട് സുപ്രീം കോടതി വരെ സർക്കാർ പോയി എന്നുള്ള കാര്യം അത് നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് സംസ്ഥാന സർക്കാരിനോട് മല്ലടിച്ചാണ് അവർ ഈ 5 വർഷം നീണ്ട ഈ നിയമ പോരാട്ടം അവർ നടത്തിയത്. ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കേസിൻ്റെ ഒരു നാൾ വഴിയുടെ ഒടുവിൽ നമുക്കറിയാം, ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവർക്കൊപ്പം, ഈ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന, അവർ നിയമോപദേശം തേടിക്കൊണ്ടിരുന്ന മുൻ KPCC വൈസ് പ്രസിഡൻ്റായിരുന്ന CK ശ്രീധരനെ CPM സ്വന്തം പാളയത്തിലെത്തിക്കുന്നു. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ, അതായത് മുഖ്യ പ്രതിയായിട്ടുള്ള പീതാംബരൻ ഉൾപ്പെടെ മുൻ MLA KV കുഞ്ഞിരാമൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള മുൻ DYFIയുടെ ഒക്കെ ജില്ലാ നേതാവായിട്ടുള്ള K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള 9 പ്രതികൾക്ക് വേണ്ടി CPMലേക്ക് CK ശ്രീധരൻ എത്തിയതിനു ശേഷം വക്കാലത്ത് ഏറ്റെടുക്കുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ വഞ്ചനയും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിൽ നീതി ലഭിക്കാൻ CBIൻ്റെ അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ട്, അവർക്ക് നീതി ലഭിക്കും, ഈ മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് CBI കോടതിയിലെ വിധിയെ വളരെ ആകാംക്ഷയോടെ പെരിയയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നമുക്കൊപ്പം ചേർന്ന്